ഇതാ അങ്ങനെ അടുത്ത ഒരു സാറ്റർഡേ കൂടെ വന്നെത്തി. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു 8:30-9 മണിയൊക്കെ ആയി. പിന്നെ അധികം ജോലിയും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കിച്ചൺ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ പുറത്തുനിന്നാണ് ഇപ്പോൾ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ ആകെ ഒരു മഴയുടെ ഒരു സമയമാണ്. അധികം നമ്മുടെ നാട്ടിലെ പോലെ വലിയ മഴയൊന്നുമില്ല. പക്ഷേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ കഴുകുകയാണെങ്കിൽ തന്നെയും ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ ഡ്രസ്സെല്ലാം ഉണക്കാനിടാം. പിന്നെ വന്നു ബ്രഷ് ചെയ്തു. സാധാരണ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പതിവാണ്. ഇന്ന് ആകെ ഒരു മടി, ഫുഡ് കുക്ക് ചെയ്യാനുള്ളൊരു മൂഡേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഹെവി ഫുഡൊന്നും കഴിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു. പിന്നെ ഓർഡർ ചെയ്തത് ഒരു ഓംലെറ്റ് വിത്ത് പുൾഡ് മീറ്റും പിന്നെ കുറച്ച് ബേക്കൺ സോസേജസ് വിത്ത് ഹാഷ് ബ്രൗൺസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തത്. അഫോർഡബിൾ ആയിരുന്നു. രണ്ടും കൂടെ ഏകദേശം ഒരു 180 rupees ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു പൈനാപ്പിൾ ടെപ്പാച്ചയാണ്. ടെപ്പാച്ച ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാർബണേറ്റഡ് പ്രൊബയോട്ടിക് ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ്, ഫിസിയാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ബോട്ടിൽ തുറക്കുമ്പോൾ ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും എയറേറ്റഡ് ആണ്. നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫ്രൂട്ട് സോഡ കുടിക്കുന്ന അതേ ഫീൽ തന്നെയാണ്. പക്ഷേ എന്നാൽ അതിനേക്കാളും ഹെൽത്തിയാണ്, ഷുഗർ കുറവാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇത് പൊട്ടിച്ച് കുടിക്കാൻ. അങ്ങനെ ഒരു മൂവിയും കണ്ട് ഫുഡും കഴിച്ച് സാറ്റർഡേ മോർണിംഗ് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഹാപ്പി വീക്കെൻഡ്സ്, എൻജോയ്.